മാൻകുത്തിമേട്ടിൽ ജനവാസ മേഖലയ്ക്ക് സമീപം വീണ്ടും കാട്ടാനക്കൂട്ടം. പുലർച്ചെ മാൻകുത്തിമേട് ആദിവാസി കുടിക്ക് സമീപം എത്തിയ കാട്ടാനകൾ പിന്നീട് പിൻവാങ്ങി. കാട്ടാനകൾ ഇപ്പോഴും തമിഴ്നാട് സംരക്ഷിത വനമേഖലയിൽ തുടരുകയാണ്. മാൻകുത്തിമേട് ആദിവാസിക്കുടിക്ക് സമീപത്തു നിന്നുള്ള കാഴ്ചയാണ്. 2 ആനകളാണ് മേഖലയിൽ ചുറ്റിത്തിരിയുന്നത്. മുമ്പ് അണക്കരമെട്ട്, പാലാർ തുടങ്ങിയ മേഖലകളിൽ കാട്ടാനകൾ തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുക പതിവായിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചതോടെ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം കുറഞ്ഞു. പക്ഷേ ഫെൻസിംഗ് ഇല്ലാത്ത മേഖലകളിൽ കാട്ടാനകൾ തുടർച്ചയായി എത്തുന്നത് നാട്ടുകാർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിന്റെ മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത്. ഇവിടെ വൈദ്യുതി വേലി ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആനകളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആനകൾ ഇവിടെ ഒരു ശല്യമായി മാറിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്തേക്ക് വരെ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. ആനകൾ താഴെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന് അധികാരപ്പെട്ട ആൾക്കാർ ഇതിന് പെട്രോളിംഗ് നടത്തുകയും അതിന് വേണ്ട നടപടി സ്വീകരിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പ്രദേശം ഉടുമ്പൻചോല പഞ്ചായത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഉടുമ്പൻചോല പഞ്ചായത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ്. മഴക്കാലമാകുന്നതോടെ കാട്ടാനക്കൂട്ടം വീണ്ടും എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.